ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഞാൻ PV രവീന്ദ്രനാഥ് തലവടി ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എന്നെപ്പോലുള്ള ചില യുവാക്കളായ അധ്യാപകരും തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകരായിരുന്നു. ആ ഒരു കാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കാനായി നിരണം ഭാഗത്തു നിന്ന് ധാരാളം കുട്ടികൾ തലവടി സ്കൂളിൽ വന്നുകൊണ്ടിരുന്നു. അവരിലൊരാളാണ് ഞാൻ ലോനാച്ചൻ എന്ന് വിളിക്കുന്ന KP യോഹന്നാൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. തലവടി ഹൈസ്കൂളിലന്ന് ധാരാളം കുട്ടികൾ പഠിച്ചിരുന്നു. 8ഉം 10ഉം ഡിവിഷനുകൾ ഓരോ സ്റ്റാൻഡേർഡിലും ഉണ്ടായിരുന്നു. അതിൽ 8ാം സ്റ്റാൻഡേർഡിൽ വന്നു ചേർന്ന കുട്ടികളിൽ എൻ്റെ ഓർമ്മയിൽ എന്നും പച്ച പിടിച്ച് നിൽക്കുന്ന, എന്നും കുളിരോർമ്മ നിൽക്കുന്ന KP യോഹന്നാൻ എന്ന പിൽക്കാലത്തെ മെത്രാപ്പോലീത്ത ഞാൻ അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. തലവടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആ കാലത്ത് ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ഏതാനും അധ്യാപകർ ഒരേ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുക, 8ലും 9ലും 10ലും 3 വർഷവും ഒരേ ടീം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ പ്രയോജനം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ വലിയ നേട്ടങ്ങളുണ്ടായി. അധ്യാപകർ വിദ്യാർത്ഥികളോട് വളരെ അടുത്ത് പെരുമാറുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരോട് വളരെ അടുത്ത് ഇടപെടുന്നതിനുള്ള അവസരം കിട്ടി. അതൊരു വലിയ വിജയമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 6-7 വർഷക്കാലം 6-7 ബാച്ചുകൾ ട്രെയിൻ ചെയ്യിക്കാൻ, പഠിപ്പിക്കാൻ ഞങ്ങളിൽ പലർക്കും അവസരം കിട്ടി. പിൽക്കാലത്ത് മെത്രാപ്പോലീത്തയായി മാറിയ KP യോഹന്നാൻ അന്ന് 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് 12-13 വയസ്സേ ഉള്ളൂ. ആ നിലയിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് ഒരു പുഴു ചിത്രശലഭമായി മാറുന്നത് പോലെ 75ാം വയസ്സിലെത്തിയപ്പോഴേക്ക് ലോകമെങ്ങും നിറം പകരുന്ന വലിയൊരു മനുഷ്യനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കുകൾ ഞാൻ വാങ്ങുകയും പിന്നീട് തലവടി സ്കൂളിൽ പഠിക്കാൻ വന്നിരുന്ന കുട്ടികളെ കാണിക്കുകയും, പ്രത്യേകിച്ച് കോമ്പോസിഷൻ ബുക്ക്, ഷോർട്ട് എസ്സൈസ്, ഞാൻ എഴുതിച്ചിരുന്ന ഷോർട്ട് എസ്സൈസ്, 3 വർഷം കൊണ്ട് എഴുതിച്ചിരുന്ന 10-100 ഷോർട്ട് എസ്സൈസ് വേണമെങ്കിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാവുന്ന മാറ്റർ ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. അത് ഭാവി തലമുറയെ കാണിച്ചു കൊടുക്കാനും അതുപോലെ കോമ്പോസിഷൻ എഴുതാനും ഷോർട്ട് എസ്സേകൾ എഴുതാനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹവുമായി ഇടപെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. വളരെ ആത്മാഭിമാനത്തോടുകൂടി അദ്ദേഹത്തെ ഓർക്കുകയും അകാല ആകസ്മികമായ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി.